സുവിശേഷമെന്നും യേശുവെന്നുമൊക്കെ ഒരു സുറിയാനി സഭയുടെ പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ കേരള സമൂഹം ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് 2000 വർഷം കൊണ്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ 2000 വർഷത്തെ ഒരു പ്രവർത്തന ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. സഭയിൽ ഉന്നതരെന്ന് വിളിക്കപ്പെടുന്നവർ അത് ഞങ്ങൾ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെയാണ്. അവരുടെയൊക്കെ പ്രസംഗങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ഇനി ഒരിക്കലും ഒരുപക്ഷെ ദേവാലയത്തിൽ പോലും വരാനും മടി കാണിക്കുന്ന അത്രമാത്രം വികൃതമാക്കി തീർക്കുന്നുണ്ട് ഈ ക്രൈസ്തവ സമൂഹം കേരള സമൂഹത്തെ. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ ഇടമാണ്. ഇവിടെ ദൈവത്തിന്റെ നാമം വേണം മഹത്വപ്പെടുവാൻ. ഈ വേദി സത്യം പറയുവാനുള്ള വേദിയാണ്. പഴയ നിയമത്തില് ദൈവിക ജ്ഞാനം ദൈവം കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് ശലോമോൻ എന്ന്. ശലോമോൻ ഒരു രാജാവായി. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ പല പ്രശ്നങ്ങളും എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയ ഒരു പ്രതിസന്ധിയാണ് 2 സ്ത്രീകൾ ഒരു കുട്ടിയെയുമായി രാജാവിന്റെ അടുക്കലെത്തി. രാജാവിനോട് അവർ 2 പേരും വാദിച്ചു, ഞങ്ങൾ 2 പേരും കഴിഞ്ഞ ദിവസം പ്രസവിച്ചു, ഇതിലൊരു കുട്ടി മരിച്ചുപോയി, 2 പേരും അവകാശപ്പെടുന്നത് തങ്ങളുടെ കുട്ടിയാണ്. അന്ന് ശലോമോൻ ഈ 2 പേരെയും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒരു കൊച്ചിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിനെ 2ആയിട്ട് മുറിച്ച് ഓരോ പീസ് 2 പേർക്കും കൊടുക്കുക. അങ്ങനെ 2ആയി മുറിച്ച് 2 പീസ് 2 പേരെ ഏൽപ്പിക്കാൻ രാജാവ് കൽപ്പനയിട്ടപ്പോൾ സ്വന്തം അമ്മ, ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ, 2 പേരും അമ്മയാണെന്നാണ് പറയുക, യഥാർത്ഥ അമ്മ പറഞ്ഞു, മുറിക്കരുത് കുഞ്ഞിനെ. കുഞ്ഞ് അവളുടേതായിട്ടോ എങ്ങനെയെങ്കിലും ഈ കൊച്ചു ജീവിച്ചോട്ടെ, അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ശലോമോൻ പറഞ്ഞ വാക്ക്, ആ ശലോമോന്റെ സ്ഥാനത്ത് ഇന്ന് നിന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ വാക്ക് പുറത്തു വന്ന ശേഷം ഈ സഭയെ തെരുവിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ കേരളത്തിലെ ഒരാൾക്ക് പോലും പരസ്യമായി ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയാൻ പറ്റാതെ പോകും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് നമ്മൾ തിരികെ പോകണം. അഭിവന്യ തീമോത്തിയോസ് തിരുമേനിയെ പോലെ തന്നെ ഞാനും ഇത്തരം വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ പലവട്ടം ചിന്തിച്ചാണ്. 2017 ഒരു മൊണാസ്ട്രി തുടങ്ങാൻ വേണ്ടി ആദ്യത്തെ പേപ്പറുകളെല്ലാം നീക്കി പരിശുദ്ധ പാത്രിക്കീസ് ബാവയിൽ നിന്ന് അതിന്റെ അംഗീകാരവും ഒക്കെ മേടിച്ച് ഫയലിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ തെരുവിൽ ഇങ്ങനെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുകയാണെങ്കിൽ ഈ സ്ഥാനം അങ്ങ് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ ഒരു കേരളത്തിലെ സുവിശേഷകനായി മാത്രം ഒതുങ്ങണമെന്ന് ഞാൻ പലവട്ടം ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഓരോ പ്രാവശ്യവും ചിന്തിച്ചപ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയ കുറെ ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരും ഞാൻ പട്ടം കൊടുക്കേണ്ടവരും കൊടുത്തവരും ഒക്കെ ആയിട്ടൊരു വലിയ വിഭാഗം വൈദികരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് കൂടി ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. ഞാനെല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം എന്താണ്, പ്രാർത്ഥിക്കുകയും വായിക്കുകയും ഇച്ചിരി കഞ്ഞിയും കുടിക്കുകയും ചെയ്താൽ പോരെ. മാത്രമല്ല ആളുകൾ നല്ല വാക്ക് പറയുകയും ചെയ്യും, കൊള്ളാം പുള്ളിക്കാരൻ ഇതൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന നല്ല സൽപ്പേര് കിട്ടുകയും ചെയ്യും. പക്ഷേ ഉപേക്ഷിക്കാത്തതിന്റെ പിന്നിലെ കാരണം നമുക്കെങ്ങനെയാവും? എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേദനയോടുകൂടിയാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഓരോ ദിവസവും തീർക്കുന്നത്. അതിൻ്റെതായ മാനസിക ടെൻഷനും സ്ട്രെസ്സും വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ കാലഘട്ടം തിരിച്ചറിയലിന്റെ കാലഘട്ടമാണ്. ക്രിസ്തുവിന്റെ ശരീരമേത്, ക്രിസ്തുവിന്റെ പുരോഹിതനേത്, ക്രിസ്തുവിന്റെ പ്രധാനാചാര്യനേത്, ക്രിസ്തുവിന്റെ മനസ്സുള്ള വിശ്വാസി ഏത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കാലഘട്ടമാണ്. നെല്ലും പതിരും എല്ലാ സഭകളിലും വേർതിരിയും. എല്ലാ സഭയിലും ഉണ്ട് നല്ല മനസ്സുള്ളവർ,
എല്ലാ സഭയിലുമുണ്ട് ക്രിസ്തുവിന്റെ മനസ്സിനെ തിരസ്കരിച്ചവർ. അതിന് ഇന്ന വിഭാഗമൊന്നുമില്ല, ഇന്ന വിഭാഗം മെച്ചം, ഇന്ന വിഭാഗം മോശമെന്നൊന്നും പറയുന്നവരുണ്ടാകാം. ഞാൻ പറയുകയില്ല. നമ്മൾ മോശം നല്ലതൊക്കെ തിരിച്ചറിയുന്നത് ബൈബിളിലെ മനസ്സ് നിലപാട് ആരെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ കാലഘട്ടം ഇതാ ദൈവവചനത്തിന്റെ മുമ്പിലെ വിധിയുടെ കാലഘട്ടമാണ്. ദൈവവചനത്തെ ഹൃദയത്തിലേറ്റുന്നവനെ ദൈവം സ്വീകരിക്കും. ദൈവവചനത്തെ തിരസ്കരിക്കുന്നവനെ ലോകവും തിരസ്കരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. നമുക്കറിയാം, യൂറോപ്പിലെ രാജ്യങ്ങളിലെ ദേവാലയങ്ങളിൽ നിന്ന് ജനം പുറന്തള്ളപ്പെട്ടത് സുപ്രീം കോടതിയുടെ വിധി വന്നതുകൊണ്ടൊന്നുമല്ല, ദൈവകൃപ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു 10-25 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദേവാലയം മുഴുവനും കാലിയാക്കാൻ ആവശ്യമുള്ളത് മുഴുവനും 2000 വർഷം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ വരുന്ന തലമുറയെ കൊലയ്ക്ക് കൊടുക്കുന്ന അവരുടെ നിത്യരക്ഷയെ തടയുന്ന പ്രവൃത്തികളിൽ നിന്ന് കേരളത്തിലെ സുറിയാനി സഭയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം അവസാനിപ്പിച്ചുകൊണ്ട് നാം പിന്മാറേണ്ടിയിരിക്കുന്നു എന്ന ആഹ്വാനത്തോടുകൂടി അതിനുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ, അതിനുള്ള നിലവിളികളായിരിക്കട്ടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ട. ഇനി ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. കാലം കഴിഞ്ഞു. കൺവെൻഷനിൽ ആളുകൾ ഒന്നിച്ചുകൂടി അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അവസാനിച്ചു. ഇനി ലോകരക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യൻ മുഴുവൻ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നതിന് വേണ്ടിയുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാലഘട്ടത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി മാത്രമേ മനുഷ്യന് ദേവാലയത്തിൽ ഒന്നിച്ചു കൂടാൻ പാടുള്ളൂ. ഇനി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയും നിത്യരക്ഷയ്ക്ക് വേണ്ടിയും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഈ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി ചെയ്ത് മരിക്കുക. അതിനപ്പുറത്ത് വേറൊന്നും സ്വപ്നം കാണാത്തൊരു കാലത്തിലേക്ക് നാം വരികയാണ്. ദൈവം ഈ ഒരു വർഷക്കാലം, ഇനിയുള്ള ഒരു വർഷക്കാലം അതിനുള്ള മിഷൻ പ്രവർത്തനം ആരംഭിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.